ജൂൺ 2025 ഇന്ത്യയുടെ വ്യോമയാന ചരിത്രത്തിൽ ആകാശ ദുരന്തങ്ങളുടെ പട്ടികയിലേക്ക് ഒരു കറുത്ത ദിനം അഹമ്മദാബാദിന് എഴുതി ചേർക്കേണ്ടി വന്ന ഒരു ദിനമായിരുന്നു ഇന്നലെ. 2 മണിയോടുകൂടിയാണ് പഞ്ചാബിൽ നിന്നുള്ള ഒരു ഫോൺ കോളിൽ ഇങ്ങനെ ഒരു ആകാശ അപകടം, ഒരു വിമാനം തകർന്നു വീണു അഹമ്മദാബാദിൽ എന്നത്. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് 2 മണിക്ക് തുടരെ എനിക്ക് കോളുകൾ വന്നു. അത് മാധ്യമപ്രവർത്തകരുടെയും ചാനലുകളിൽ നിന്നൊക്കെ കോളുകൾ വന്ന് സത്യാവസ്ഥ അന്വേഷിച്ചു. ഈ അവസരത്തിലാണ് ഞാനും ഇത് അന്വേഷിച്ചത്. പിന്നീട് മനസ്സിലായി നടന്നത് വലിയ ദുരന്തമാണ് എന്നുള്ളത്. അങ്ങനെ ഓഫീസിലെ പണി തീർത്ത് പെട്ടെന്ന് ഇറങ്ങുകയായിരുന്നു. അവിടെ എത്തിക്കുമ്പോഴേക്കും റോഡുകളെല്ലാം ബ്ലോക്കായിരുന്നു. എയർപോർട്ട് വഴിയാണ് പോയത്. പക്ഷേ എയർപോർട്ടിൽ സൂചനകളൊന്നുമില്ല. എയർപോർട്ടിന്റെ പുറകിൽ മേഘാനി നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വീണ്ടും ഓടിച്ചു പോയി. അവിടെ എത്തിയപ്പോൾ റോഡിൽ വെച്ചിട്ട് തടസ്സങ്ങളുണ്ടായി. അവിടെ നിർത്തുകയും പിന്നീട് നടന്നു പോകേണ്ടി വന്നു. ഏതാണ്ട് 2 കിലോമീറ്ററോളം നടന്നിട്ടാണ് പോകേണ്ടി വന്നത്. പക്ഷെ നടക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേക്കും ദുരന്തത്തിൽപ്പെട്ട ഒരാളുടെ, കാർഗോ മോട്ടോഴ്സിന്റെ മുതലാളിയുടെ, അദ്ദേഹത്തിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളി, അതിൽ മലയാളി ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ബോഡി തിരിച്ചറിയാനായിട്ട് വരികയായിരുന്നു. അവരുടെ ഒപ്പം കൂടി മലയാളി ആയതുകൊണ്ട് പിന്നീട് അവരെ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ അവിടെ ഇറക്കി ഞാൻ പിന്നീട് സംഭവ സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അവിടെ കണ്ട കാഴ്ചകളൊക്കെ വളരെ ദയനീയമായിരുന്നു. ഏതാണ്ട് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഞാൻ അവിടെ എത്തിയത്. എങ്കിൽ പോലും അവിടെ അപ്പോഴും അവശേഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ഥിതിയും, കത്തി എരിഞ്ഞ് കിടക്കുന്ന വിമാനത്തിന്റെ പാർട്ടുകൾ, വിമാനത്തിന്റെ കത്താത്ത പോർഷൻസ് ഒക്കെ ബിൽഡിങ്ങിന്റെ മുകളിലാണ്. ഞാൻ മറ്റൊരു സൈഡിലാണ് വന്നത്. അവിടെയാണെങ്കിൽ പൂർണ്ണമായിട്ട് കത്തി എരിഞ്ഞ് വിമാനമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഗങ്ങളാണ്. പിന്നീട് അവിടെ പുക ഉയർന്നുകൊണ്ടേയിരുന്നിരുന്നു. രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു മതിലിന് ഇപ്പുറം നിന്നാണ് അതൊക്കെ നോക്കിക്കണ്ടത്. പിന്നീട് എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ആ മതിൽ പൊളിക്കുകയും കൂടുതൽ രക്ഷാപ്രവർത്തനത്തിലേക്ക് പോകുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ കൂടി നിന്നവരോട് ചോദിച്ചപ്പം അവരുടെ മൊബൈലിൽ കാണിച്ചു തന്ന ചില ദൃശ്യങ്ങൾ വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. ഒരുപക്ഷെ കരിഞ്ഞ മൃതദേഹങ്ങൾ, കരിഞ്ഞത് എന്ന് പറഞ്ഞ മാംസം മുഴുവൻ കരിഞ്ഞ് വിട്ടുപോയിട്ട് അസ്ഥി മാത്രമായിട്ടുള്ള പോലുള്ള കാലുകളൊക്കെ ഉള്ള ശരീരം സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നതും, അതുപോലെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതും, വേറിട്ട തല കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളും. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിലൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതുകൊണ്ട് ഞാനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുമില്ല. പക്ഷേ അങ്ങനെ കണ്ട ഈ ദൃശ്യങ്ങൾ, ഇത്രയും ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്ത ഭൂമിയിലാണ് നിൽക്കുന്നതെന്നുള്ളതുകൊണ്ട് ഒരു ഉൾക്കിടിലമുണ്ടായി. വളരെ തരം വിഷമത്തിലും ദുഃഖത്തിലും ആകുന്ന ഒരു ദിവസമായിട്ട് ഇന്നലെ മാറും. പിന്നീട് ഇതിലൊക്കെ കേട്ട പോലെ അത് ഒരു 2 ബിൽഡിങ്ങിന്റെ ഇടയ്ക്കാണ് ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ബിൽഡിങ്ങിൽ താമസിച്ചിട്ടുള്ള കുട്ടികളെ ചിലവരെ കാണാതായിട്ടുണ്ടെന്നോ, അതുപോലെ തന്നെ അത് ഹോസ്റ്റലാണെന്നൊക്കെ അവിടുന്ന് പറയുന്നു. അതുല്യ എന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ അത് ബിൽഡിങ്ങിന്റെ പേര് പറഞ്ഞത്. അതിന്റെ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ ചില ബിൽഡിങ്ങിൽ താമസം ഉണ്ടായിരുന്നില്ല, ഒരെണ്ണത്തിലെ താമസം ഉണ്ടായിരുന്നുള്ളൂ. അത് മെസ്സ് നടത്തുന്നുണ്ട്. ഉച്ച സമയം ആയതുകൊണ്ട് മെസ്സ് കഴിക്കാൻ വന്ന സമയമാണ്. 1:10 പുറപ്പെടേണ്ടുന്ന വിമാനമാണ് 1:38 മറ്റാണ് പുറപ്പെട്ടത്. 1:40 ഈ അപകടം സംഭവിക്കുകയായിരുന്നു പറന്നു വരുന്നപ്പോൾ തന്നെ. അപ്പോൾ അവിടെ കണ്ട ആ ഒരു കാഴ്ച, ഞാൻ നേരത്തെ ചെല്ലുമ്പോൾ അവിടെ ഈ വെള്ളം ഒക്കെ ആൾക്കാർക്ക് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കൂടുകയും കുറച്ച് സമയത്ത് പ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ദൃശ്യത്തിൻ്റെ ഒരു ഭീകരത പിന്നെയാണ് അവിടെ കാഴ്ച മനസ്സിലാവുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു മരം അപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, തീ അണയാതെ. ആ മരത്തിന്റെ ചുവട്ടിൽ ഒരു അണ്ണാരക്കണ്ണൻ ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് മാംസമായിട്ട് കിടക്കുന്നു. ഞാൻ ഏതോ ശരീരഭാഗമാണെന്ന് വിചാരിച്ച് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഒരു പക്ഷിയുടെ മാംസം, ഒരു പക്ഷിയാണ് ചത്ത് കിടക്കുന്നത്. 2 പക്ഷികളും അതിനൊപ്പം ഉണ്ടായിരുന്നു. ആരോ എടുത്ത് ഒരുമിച്ച് വെച്ചതാണ് മരണത്തിന്, അതായത് ചത്തുപോയതിനു ശേഷം റോഡിന്റെ സൈഡിലേക്ക്. അതുപോലെ തന്നെ ആയിരിക്കണം അല്ലോ ആ രക്ഷാപ്രവർത്തന മുമ്പോടെ മനുഷ്യൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ ഭീതിയോടുകൂടി ഞാൻ ഓർത്തു. എന്തായാലും അഹമ്മദാബാദിലെ മലയാളികൾക്ക് മാത്രമല്ല, അഹമ്മദാബാദിലെ എല്ലാ ജനങ്ങൾക്കും വലിയൊരു ദുരന്തം, ഒരിക്കൽ ഒരു ആകാശ ദുരന്തം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് പലരും മോചിതരായിട്ടില്ല. പ്രത്യേകിച്ച് ഈ വിമാനത്തിലൊക്കെ പോകുന്നവർക്ക് വലിയൊരു ഭയം തോന്നുന്ന രീതിയിലുള്ള വലിയൊരു ആക്സിഡൻ്റാണ് ഇന്നലെ നടന്നത്. എങ്കിലും നമുക്ക് ഇനിയുള്ള കാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കാം. ഒപ്പം തന്നെ
ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് ആൾക്കാർ പങ്കെടുക്കുന്നത്. ഞാൻ ആദ്യം അവിടെ ഓടി വളരെ ക്ഷീണിതനായിട്ടാണ് ഈ വെയിലത്തോടെ നടന്ന് അവിടെ ഓടി എത്തുന്നത് എന്നാണ്. അപ്പോൾ ഒരു കുപ്പി വെള്ളം എൻ്റെ നീട്ടിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം തന്നെ. അതുകൊണ്ടാണ് ഞാൻ അവരെ കൂടെ കൂടിയതും ആ വെള്ളം എടുത്തു കൊടുക്കാനൊക്കെ സഹായിച്ചത്. പിന്നീട് അവിടെ കെട്ടിയിരുന്ന മതിൽ പൊളിച്ച് ഉള്ളോട്ട് കയറിയപ്പം ഉള്ളിൽ കയറി അതൊക്കെ കണ്ടപ്പം അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ അവിടെ നടക്കുന്നതിൻ്റെ എത്ര ആത്മാർത്ഥതയോടെയാണ് മനുഷ്യൻ ഈ ഒരു അവസരത്തിൽ പെരുമാറുന്നത് എന്നുള്ളതും കൂടി എനിക്ക് ഇന്നലെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മനുഷ്യത്വമൊന്നും നഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഇത്തരം കാര്യത്തിലേക്ക് വന്നു ചേരുന്നു എന്നും മാനവീയത ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെ ഉള്ളത് സന്തോഷം തരുന്ന, ഈ ദുഃഖത്തിനകത്ത് പോലും സന്തോഷം തരുന്ന കാര്യമായിട്ട് അവശേഷിക്കാൻ ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. ഇത്രയൊക്കെയാണ് ഇന്നലെ എൻ്റെ ഈ അവിടെ പോയതിലുള്ള ഒരു അനുഭവം സാക്ഷ്യപ്പെടുത്തി പറയാനുള്ളത്. മലയാളി കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. PG ചെയ്യുന്ന കുട്ടികളും അണ്ടർ ഗ്രാജുവേറ്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ BJ മെഡിക്കൽ കോളേജിലുണ്ട്. എന്തായാലും മുഴുവനായിട്ട് ഇപ്പോഴും കുട്ടികൾ എല്ലാവരും അവർ ഇന്നലെ ഞാൻ ചോദിച്ചപ്പോഴും അവർക്ക് മുഴുവനായിട്ട് എല്ലാവരെയും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. ആർക്കൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അതുപോലെ കൊല്ലപ്പെട്ട മലയാളി നേഴ്സ് അവരുടെ സഹോദരനുമായിട്ട് സംസാരിച്ചിരുന്നു. നാളെ രാവിലെ എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. DNA ടെസ്റ്റിന് ശേഷം ശരീരം കേരളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് ചുരുക്കം വാക്കുകളിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗുജറാത്ത് ന്യൂസ് മലയാളത്തിന് വേണ്ടി മനോജ് കുമാർ വരാൻ.